ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോടതി നിർദ്ദേശിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ആരംഭിച്ചു. ദേവസ്വം ബോർഡിന്റെ പരാതി DGP SITക്ക് കൈമാറുകയും കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീം മാലിക്, ഇന്നലെ തന്നെ ഇതൊരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. FIR രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായി അവിടെ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒപ്പം ഈ പറയുന്ന ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഇന്ന് അവിടെ മൂല്യനിർണ്ണയം നടത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ആകെ മൊത്തം കാര്യങ്ങൾ നടക്കാൻ സാധ്യത? ഉന്മേഷ് സുഹൈൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്ന ഈ ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇനി അതിൻ്റെ രണ്ടാം സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ അറസ്റ്റ് ആരുടേതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിലവിൽ ആകാംക്ഷയായി ഉള്ളത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പ്രതികളാക്കിയാണ് നിലവിൽ കേസെടുക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏതെങ്കിലും ഉദ്യോഗസ്ഥരാകുമോ, അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അറസ്റ്റ് ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി ആകാംക്ഷ. എന്തായാലും SIT ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രാഥമിക തലത്തിലുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്വഭാവത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇന്നു മുതൽ കടക്കുകയാണ്, പ്രത്യേകിച്ചും കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ. ഒപ്പം കോടതി നിർദ്ദേശത്തിന് പുറമെ നിലവിൽ DGPക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു പരാതിയുണ്ട്. അതുകൂടി DGP ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ട്. അതുകൂടി കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ഈ കോടതി ഉത്തരവിൽ പറഞ്ഞ എല്ലാവരെയും പ്രതികളാക്കും. ഒപ്പം തന്നെ മറ്റാരെങ്കിലും പ്രതികളാക്കണമോ എന്ന് SITക്ക് തീരുമാനിക്കാം. അതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് പുറമേയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ പ്രതികളാക്കണമോ എന്നുള്ളതൊക്കെ SITക്കുള്ള തീരുമാനമാണ്. ആ നിലയിലുള്ളൊരു കേസെടുക്കൽ ഈ രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ളത് ഉൾപ്പെടെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കാരണം ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ ക്ഷീണമുണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ നിലവിൽ CPIMനുണ്ട്. കാരണം ഈ അറസ്റ്റ് വൈകുന്നതിനനുസരിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ, ദേവസ്വം ബോർഡിന്റെ അക്കാലങ്ങളിലുള്ള പ്രസിഡന്റുമാരൊപ്പം തന്നെ മന്ത്രിമാർ എന്നിവർ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിന് പുറത്തുകൂടി നടന്ന ഇടപാടായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോയി ഒന്നിലധികം സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാകും SIT നടത്തുക. ഉന്മേഷ്, സുഹൈൽ. സലീം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണമൊക്കെ നടന്നതാണ്. അവരുടെ നിഗമനങ്ങളുണ്ട്, അവർ നൽകിയ റിപ്പോർട്ടുണ്ട്. ഈ SITയുടെ ഒരു അന്വേഷണ രീതി എങ്ങനെയായിരിക്കും സലീം? ഉന്മേഷ്, SITയുടെ അന്വേഷണ രീതി ദേവസ്വം വിജിലൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ചും ദേവസ്വം വിജിലൻസിന്റെ അധികാര പരിധികൾ പരിമിതമാണ്. ഇത്തരത്തിൽ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആ ചുറ്റുവട്ടത്ത് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും മാത്രമാണ് ഈ ദേവസ്വം വിജിലൻസിന് കഴിയുക. അതുകൊണ്ട് തന്നെ വിശാലമായ തരത്തിലൊരു അന്വേഷണം ഉണ്ടാകില്ല. ദേവസ്വവുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ട് നിലവിൽ SIT ടീം പരിശോധിക്കുകയും അത് പ്രാഥമികമായ രേഖയായി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അന്വേഷണം പൂർണ്ണമായും മറ്റൊരു ഏജൻസി എന്ന നിലയിൽ ദേവസ്വത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇതിന്റെ കച്ചവടം നടത്തിയ സ്ഥലങ്ങൾ, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ ഇടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ നേരിട്ട് പോവുകയും അവിടെ നിന്ന് തെളിവ് ശേഖരിക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ദേവസ്വം വിജിലൻസിനാണെങ്കിൽ ഇതിനൊന്നും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ ഒരു അന്വേഷണമാകില്ല ഇനി SITയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അത് തികച്ചും ഒരു പോലീസ് സ്വഭാവത്തിൽ തന്നെയുള്ള അന്വേഷണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ ഉൾപ്പെടെ അവിടുത്തെ ആരെയെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഉൾപ്പെടെ കടക്കുകയും ചെയ്യും. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരം നൽകിയത്. SITയുടെ അന്വേഷണത്തിന് സെക്കൻഡ് ഫേസ് ആയിരിക്കും മുതൽ ഉണ്ടാകുക എന്നൊരു സൂചനകൾ കൂടിയാണ് വരുന്നത്. FIR അടക്കം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.